ശ്രീ ഹരിശങ്കർ, നമ്മുടെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ചാർലി പോൾ, ഡോക്ടർ വർഗീസ് ജോർജ്, നമ്മുടെ പ്രിയങ്കരിയായ കേരളത്തിൻ്റെ തന്നെ മാതൃകാ പഞ്ചായത്ത് എന്ന് എല്ലാവർക്കും ഒറ്റ സ്വരത്തിൽ പറയാൻ സാധിക്കുന്ന കിഴക്കമ്പലം പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നമ്മുടെ എല്ലാം സഹോദരിയായിട്ടുള്ള മിനി, ഇവിടെ സ്വാഗതം ആശംസിച്ച ശ്രീ ഹർഷൻ, അതുപോലെ തന്നെ ശിവരാം ചേട്ടൻ അടക്കം ഇവിടെ പാർട്ടിയുടെ നിയോജക മണ്ഡലം ഭാരവാഹികൾ, നല്ലവരായ നാട്ടുകാർ, സഹോദരി സഹോദരങ്ങൾ, എന്നെ ശ്രമിക്കുന്ന വ്യാപാരി വ്യവസായ സുഹൃത്തുക്കൾ, മറ്റു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ, നല്ലവരായ നാട്ടുകാർ, വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം കയ്പമംഗലം നിയോജക മണ്ഡലത്തിലേക്ക് 2020 ആദ്യം പാർലമെന്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എത്തിച്ചേർന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കയ്പമംഗലം എന്ന് പറയുന്ന നിയോജക മണ്ഡലം ഒരു കാരണവശാലും 2020 എത്തിപ്പിടിക്കാൻ സാധിക്കില്ല. കാരണം ഇവിടുത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇവിടുത്തെ ജനങ്ങളെയെല്ലാം പറഞ്ഞ് പറ്റിച്ച് അവരെല്ലാം അടിമത്തത്തിലേക്ക് തള്ളിവിട്ട ഒരു നിയോജക മണ്ഡലമാണ്. അതുകൊണ്ട് ഒരിക്കലും കയ്പമംഗലം നിയോജക മണ്ഡലത്തിൽ 2020 ഒന്നും ചെയ്യാൻ സാധിക്കില്ല. എന്നെല്ലാം നമ്മുടെ രാഷ്ട്രീയ സുഹൃത്തുക്കളൊക്കെ നമ്മളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രബുദ്ധതയാണ്. ആദ്യം അത് ഏതെങ്കിലും അവർ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോട് അവർക്കുള്ള താല്പര്യവും അതിനോട് അമിതമായ ആവേശവും അവർ എന്ത് ചെയ്താലും അത് വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു വിശ്വാസ്യതയും ഒക്കെ വരുമ്പോൾ അവരെല്ലാം പറഞ്ഞ് പറ്റിച്ച് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ കുടുംബ പശ്ചാത്തലം രാഷ്ട്രീയ പശ്ചാത്തലത്തിനും വേണ്ടി മാത്രം ഉപയോഗിക്കുമ്പോൾ ഒരു ദിവസം ഒരു ദിനം ജനങ്ങൾ അത് തിരിച്ചറിയും. അതുകൊണ്ട് തന്നെ അതിന് ജനങ്ങളെ തിരിച്ചറിവിലേക്ക് കൈനീട്ടി അല്ലെങ്കിൽ കൈപിടിച്ച് കൊണ്ടുപോയി മനസ്സിലാക്കി കൊടുക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം മുന്നോട്ട് വന്നാൽ അത് ആ രാഷ്ട്രീയ പ്രസ്ഥാനം അവർ ഭരിക്കുന്ന പഞ്ചായത്തുകളിലൂടെ അത് കാണിച്ചു കൊടുത്ത് അവരെ രാഷ്ട്രീയത്തിലൂടെ പ്രബുദ്ധതയിലേക്ക് കൊണ്ടുവന്നാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, കയ്പമംഗലം നിയോജക മണ്ഡലം 2020 അടുത്ത 2026 വരുന്ന തിരഞ്ഞെടുപ്പിൽ പിടിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു മണ്ഡലമായി മാറും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ജനങ്ങൾക്ക് വിശ്വാസ്യത വേണം. ജനങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം 2020 എന്ത് ചെയ്യാൻ സാധിക്കും. മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ നിങ്ങളെല്ലാം പറഞ്ഞ് പറ്റിച്ച് മുന്നോട്ട് കൊണ്ടുപോയപ്പോ ഞങ്ങൾ വെക്കുന്ന രാഷ്ട്രീയം, പലരും എന്നോട് ചോദിക്കാറുണ്ട്, നിങ്ങളുടെ പ്രത്യയശാസ്ത്രം എന്താ, നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം എന്താ? നികുതി ആവശ്യമാണ്. നികുതിയിലൂടെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന പണം അത് ജനങ്ങളിലേക്ക് തന്നെ അടിസ്ഥാന സൗകര്യങ്ങളായിട്ടും അവരുടെ കുടുംബം അല്ലെങ്കിൽ വരുന്ന തലമുറയ്ക്കും അവർക്ക് അല്ലെങ്കിൽ വളരെ മോശം പരിസ്ഥിതിയിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും അത് എത്തിച്ചേർക്കുമ്പോൾ എല്ലാവരെയും സമഭാവനയോടുകൂടെ കൊണ്ടുപോകാൻ സാധിക്കുന്നതിനാണ് ഇതെല്ലാം സർക്കാരുകൾ പിരിച്ചെടുക്കുന്നത്. ഇപ്പൊ ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഓരോ വിഷയങ്ങളിലും എന്തെടുത്താലും ഒരു സാധാരണ ജനവിഭാഗത്തിന് അന്നന്നത്തെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തെല്ലാം ബുദ്ധിമുട്ടുകളുണ്ടോ അല്ലെങ്കിൽ അവർക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ടോ അതെല്ലാം തകർത്ത് അവരെ ദുരിതത്തിലേക്ക് തള്ളിവിടുകയാണ്. CPM കാരനായിക്കൊള്ളട്ടെ, ഇവരൊക്കെ വായെടുത്താൽ പറയുന്ന അദാനി അംബാനി എന്നുള്ളതാണ്. ഈ KSEBയുമായി ബന്ധപ്പെട്ട് എനിക്ക് ഈ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കാനുള്ളത്, ഈ അദാനിയും അംബാനിയും ടാറ്റയും ഒക്കെ സ്വകാര്യ കമ്പനികൾ എന്ന നിലയ്ക്ക് മറ്റു സംസ്ഥാനങ്ങളിൽ ഇലക്ട്രിസിറ്റി ചാർജ് ഈടാക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം,
കേരള സർക്കാർ ഈടാക്കുന്ന നിരക്കിന്റെ 50% മാത്രമാണ് ബോംബെയിലെ നിരക്ക്. മഹാരാഷ്ട്രയിൽ ടാറ്റയും അദാനിയുമാണ് അവിടുത്തെ വൈദ്യുതി വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 8 രൂപ വരെ കൊടുക്കുമ്പോൾ, 8 രൂപ 45 പൈസ കൊടുക്കുമ്പോൾ അവിടെ ഏറ്റവും ഉയർന്ന ടാരിഫിൽ കൊടുക്കുന്ന 4 രൂപ 28 പൈസയാണ്. എന്നിട്ട് നമ്മൾ പറയും അദാനി കുത്തകയാണ്, മാഫിയാണ്, അല്ലെങ്കിൽ ബൂർഷ്വയാണ്. ഒന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഇന്ന് കേരളം കണ്ടതിൽ വെച്ച്, അല്ലെങ്കിൽ ഈ രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ബൂർഷ്വ ആരെന്ന് ചോദിച്ചാൽ അത് മറ്റാരുമല്ല, കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം, അദ്ദേഹത്തിന്റെ പാർട്ടിക്കാർ, അദ്ദേഹത്തിന്റെ കുടുംബം, ഈ 3 കാര്യങ്ങളെ കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ. സ്വന്തം മകൾക്ക് വ്യവസായ സ്ഥാപനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, മകന് ഈ രാജ്യത്തിന് പുറത്ത് വ്യവസായ ശൃംഖലകൾ ഉണ്ടാക്കി കൊടുക്കുക, തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം പിൻവാതിലൂടെ നിയമനങ്ങൾ കൊടുക്കുക, അവർക്ക് അർഹിക്കുന്നതും അർഹിക്കപ്പെടാത്തതുമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവരുടെ രാഷ്ട്രീയം വളർത്തുക, ജനങ്ങളെ ദുരിതത്തിൽ നിന്ന് ദുരിതത്തിലേക്ക് തള്ളിവിടുക, അവരുടെ നടുവൊടിച്ച് അവരുടെ ജീവിത പരിതസ്ഥിതികൾ തകർക്കുക. ഈ ഒരൊറ്റ ചിന്ത മാത്രമേ കേട്ടുള്ളൂ. ഇതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു ബൂർഷ്വ മുതലാളിയുടെ കാഴ്ചപ്പാട്. ഇത് ഏറ്റവും വലിയൊരു വിഷയമാണ് നമ്മുടെ യുവതലമുറ, കോളേജ് വിദ്യാഭ്യാസം. ഞാനൊക്കെ ഒരു പ്രൊഫഷണൽ രംഗത്ത് നിന്ന് ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി വന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളൊക്കെ പല കോളേജുകളിലും നമ്മളുടെ പ്രവർത്തനത്തിന്റെ ഫലമായി പലപ്പോഴും ക്ലാസ്സുകൾ എടുക്കാനും മാനേജ്മെന്റ് സ്റ്റുഡൻസിനൊക്കെ ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മാതൃകാപരമായി കണ്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സ്ഥിതി എന്താ? നമുക്കറിയാം, കേരളവർമ്മ കോളേജ് എറണാകുളത്താണെങ്കിൽ മഹാരാജാസ് കോളേജ്, ഇതുപോലെയുള്ള കേരള കോളേജുകളൊക്കെ നമ്മുടെ ഏറ്റവും വലിയ അഭിമാന സ്തൂപങ്ങളായിരുന്നു, സ്തംഭങ്ങളായിരുന്നു. ഇന്ന് നാറിയിട്ട് ആ കോളേജിലേക്ക് കയറാൻ പോലും സാധിക്കാത്ത അവസ്ഥയാണ്. മയക്കുമരുന്ന്, തെറ്റായ പ്രവർത്തനങ്ങൾ എല്ലാം കൊണ്ട് വ്യവസായ രംഗത്തെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു. തങ്ങളുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടി മാത്രം ഈ കേരളത്തിലെ ക്യാമ്പസുകളെ മാറ്റിയെടുത്തത് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളാണ്. അതില് ഇടതുപക്ഷമെന്നോ വലതുപക്ഷമെന്നോ BJP എന്നോ ഒന്നുമില്ല, എല്ലാവരും ആ കാര്യത്തിൽ തുല്യ കുറ്റക്കാരാണ്. രാഷ്ട്രീയം നിർത്തലാക്കണമെങ്കിൽ അത് നിർത്തലാക്കാൻ ആർജവമുള്ള പാർട്ടിയാണ് 2020. കാരണം എന്തുകൊണ്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ രാഷ്ട്രീയം ഉണ്ടാകുന്നത് നല്ലതാണ്, കൂട്ടായ്മകൾ ഉണ്ടാകുന്നത് നല്ലതാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. പക്ഷെ എന്തും ഒരു പരിധിയിൽ നിന്ന് മുന്നോട്ട് പോയാൽ, ആ പരിധി ലംഘിച്ചാൽ, അത് തകർക്കപ്പെട്ടാൽ, അത് നശിപ്പിക്കപ്പെട്ടാൽ അതിനെ വീണ്ടെടുക്കാൻ ചിലപ്പോൾ ചില കടുങ്കൈകൾ ചെയ്യേണ്ടി വരും. അതിന് ഇന്ന് അത്തരം തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനുള്ള ആർജവം ഉണ്ടെങ്കിൽ അത് 2020 മാത്രമേ സാധിക്കൂ. കാരണം നമ്മളുടെ ഉത്തരവാദിത്വം ഭാവി തലമുറയ്ക്ക് ഈ രാജ്യത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വ്യവസ്ഥിതി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതിന് നമ്മളെ ബന്ധപ്പെട്ടിരുന്നു. പക്ഷേ നമ്മളുടെ തീരുമാനമാണ് രാഷ്ട്രീയം മാത്രം ഉപജീവന മാർഗമാക്കി തന്റെ കുടുംബം മുന്നോട്ട് നയിക്കേണ്ടി വരുന്ന ഒരുത്തനെ പോലും ഈ പാർട്ടിയിലേക്ക് വേണ്ട എന്നുള്ളതാണ്. അതുപോലെ തന്നെ SDR സ്റ്റേറ്റ് ഡിസാസ്റ്റർ ഫണ്ടിൽ ഇന്നുള്ളത് 685 കോടി രൂപയാണ്. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ 1100 കോടി രൂപ ഇന്ന് സർക്കാരിന്റെ കയ്യിലുണ്ട്. ചെയ്ത് കാണിക്കും. നിങ്ങൾക്ക് എന്ത് സംവിധാനമാണ് സർക്കാർ ഭാഗത്തു നിന്ന് വേണ്ടത്, നമ്മളിതെല്ലാം ചെയ്തു തരാം. ഇതൊന്നും ചെയ്യാതെ ഇപ്പോ 2 ദിവസം മുന്നേ കർണാടക മുഖ്യമന്ത്രി പറഞ്ഞു 100 വീട് ഞാൻ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് എനിക്ക് സ്ഥലം തന്നിട്ടില്ല. ഇനി സ്ഥലം വാങ്ങി ചെയ്യണമെങ്കിൽ അതും ഞാൻ ചെയ്യാം എന്ന് മറ്റൊരു മുഖ്യമന്ത്രി പറയുന്നു. അതുപോലെ തന്നെ നമ്മുടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി പറയുന്നു, തമിഴ്നാട് മുഖ്യമന്ത്രിമാർ പറയുന്നു. ഒന്നുകിൽ 2020 അല്ലെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് വിചാരണ ചെയ്ത് നിരത്തി നിർത്തി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന സാഹചര്യത്തിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള പ്രതിജ്ഞയാണ് 2020 മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നമ്മുടേതായ രീതിയിൽ ജനങ്ങളോട് ഈ വിഷയം അവതരിപ്പിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചെയ്യുക. ഒന്നുകിൽ അവർ നേരെയാകണം, അല്ലെങ്കിൽ അവർ 2020 ഒരു അവസരം നൽകണം. ഇത് എന്തെങ്കിലും ഒരു കാര്യത്തിൽ
ഈ ജനത തിരിച്ചറിയണം. ആ തിരിച്ചറിവിലേക്ക് നയിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ കൈപ്പമംഗലത്തിലെ സുന്ദരമായ ഈ പെരുന്തരം ട്രേഡ് സെന്ററിൽ ഈ ഒരു നല്ല ഓഫീസ് സംവിധാനത്തിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ആ ഉദ്ഘാടനം ചെയ്യപ്പെടാൻ എനിക്കൊരു അവസരം തന്നതിൽ, അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ യോഗത്തിൽ ഈ ഓഫീസ് അല്ലെങ്കിൽ കാര്യാലയം അത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം ചെയ്തിരിക്കുന്നു.